ഹായ് നമസ്കാരം, ഷെബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ മുതലേ കുക്കിംഗ് വീഡിയോന്റെ കൂടെ തന്നെ കുറച്ച് ഞങ്ങൾ ട്രാവൽ ചെയ്ത് തന്നെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ചിലരൊക്കെ കമന്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കമന്റോ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിനാണ്. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട് എന്താണ് ഈ മഫിനും കപ്പ് കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന്. കപ്പ് കേക്ക് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ്. കുറച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുക. നോർമൽ കപ്പ് കേക്കും ഉണ്ട്, അതിനല്ലെങ്കിൽ ചെറിയ മിനി കപ്പ് കേക്ക്സും ഉണ്ട്. മഫിൻ എന്ന് പറയുമ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് യൂഷ്വലി മഫിനൊക്കെ ഉണ്ടാക്കുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ബ്ലൂബെറി ചേർത്തിട്ടുള്ള മഫിനാണ്. അപ്പൊ ബ്ലൂബെറി കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെറീസോ എന്താണെങ്കിലും ചേർക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം അളവില് സെയിം രീതിയിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ബെറീസ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബ്ലൂബെറി മഫിന് ഉണ്ടാക്കുന്നതെന്ന്. ഇത്രയാണ് ബ്ലൂബെറി മഫിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതില് ഞാൻ ഉപയോഗിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. പിന്നെ ബ്ലൂബെറീസ് വേണം, മുട്ട വേണം, പഞ്ചസാര വേണം, ഇത് അൺസോൾട്ടഡ് ബട്ടർ ആണ്, പിന്നെ കുറച്ച് പാല് വേണം, ബേക്കിംഗ് പൗഡർ, ഉപ്പ് വേണം, ഇത് വെനില എസൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബ്ലൂബെറി മഫിൻസ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു സിഫ്റ്റർ അല്ലെങ്കിൽ സ്ട്രെയിനറിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടു. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇടാം. യൂഷ്വലി എല്ലാ കേക്കിലും 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ നിങ്ങൾ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ടെങ്കിലാണ് ബേക്കിംഗ് പൗഡറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടത്. അല്ലെങ്കിൽ 1 കപ്പിന് 1 ടീസ്പൂണാണ് യൂഷ്വലി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ്. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനൊരു ഹാൻഡ് ബീറ്റർ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മരത്തവി വെച്ചിട്ടും ചെയ്യാം. ഇതിലേക്ക് മൊത്തത്തില് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് സാധാ പഞ്ചസാരയാണ്, തരിതരുന്നിലുള്ള പഞ്ചസാര തന്നെയാണ്. ഇത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയിട്ട് നല്ലൊരു ക്രീമി പരുവാവുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ പാലുമാണ് ചേർക്കേണ്ടത്. ഇത് 1/2 കപ്പ് പാലാണ്. ഇത് കുറച്ച് കുറച്ചായിട്ടിട്ട് 2-3 ബാച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് പൊടിയിട്ടിട്ടുണ്ട്. ഇത് മിക്സായി വരുമ്പോൾ പാലൊഴിക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി പാലും പൊടിയും കൂടി ഇട്ടിട്ട് വല്ലാതെ ബീറ്റ് ചെയ്യൊന്നും ചെയ്യരുത്. വല്ലാതെ ബീറ്റ് ചെയ്താലേ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് ഏറ്റവും ലോയിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ പർപ്പസ്. ഇനി നിങ്ങൾക്ക് സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ അതായാലും മതി. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് പൊടിയൊക്കെ ഇതിനകത്തേക്ക് മിക്സ് ആക്കുക, അത്രേ ഉള്ളൂ പർപ്പസ്. നമുക്കിനി ഇതിനകത്തോട്ട് ആകെ ചേർക്കാനുള്ളത് ബ്ലൂബെറീസ് ആണ്. അപ്പോൾ ബീറ്റർ മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാനിനി ബ്ലൂബെറീസ് ഇടാൻ പോവാണ്. ഒരു 125 ഗ്രാം ബ്ലൂബെറി ആണ് ഇത്. കഴുകി എടുത്തിട്ട് നന്നായിട്ട് തുടയ്ക്കാം ഒരു പേപ്പർ ടവൽ കൊണ്ട്.
ഇനി നിങ്ങൾ ഫ്രോസൺ ബെറീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും മതി. അപ്പോഴും നിങ്ങൾ വെള്ളത്തിലിട്ട് അതിന്റെ തണുപ്പ് മാറി നന്നായി കഴുകിയെടുത്ത് ഇങ്ങനെ തുടച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, വെള്ളത്തോടു കൂടി ചേർക്കരുത്. ഇത് നിങ്ങൾ ബ്ലൂബെറി അല്ല എന്ത് ഫ്രൂട്ട് ഇങ്ങനെ ചേർക്കുമ്പോഴും വെള്ളം അധികം ഇല്ലാതെ ചേർക്കണം. ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനിടുക. 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അവൻ പ്രീഹീറ്റ് ചെയ്യാം. ഞാൻ മഫിൻ ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ട്രേയില് കുറച്ച് വലുപ്പത്തിലുള്ള ലൈനറാണ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈനർ മേടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പർ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാലും മതി. അങ്ങനെ നമുക്ക് മഫിൻ റെഡിയാക്കാം. അല്ലെങ്കിൽ വലുപ്പമുള്ള കപ്പ് കേക്ക് ലൈനർ എടുക്കാം. ഇനി ഞാൻ ഈ ബാറ്റർ ഇതിനകത്തോട്ടേക്ക് ഇടാൻ പോവാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു അല്പം പഞ്ചസാര എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് വെതറുന്നുണ്ട്. സാധാരണ ഗ്രാനുലേറ്റഡ് പഞ്ചസാരയാണ്. ഇനി ഇത് 180 ഡിഗ്രീസിൽ പ്രീഹീറ്റഡ് ആയി കിടക്കുന്ന അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവന്റെ ചൂടനുസരിച്ചിട്ട് നോക്കണം. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഇത് അവനിൽ എടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ എൻ്റെ മഫിൻസ് ഒക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു 25 മിനിറ്റ്സ് എടുത്തു. ഓരോരുത്തരുടെ അവനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി നിങ്ങളുടെ മഫിൻ ട്രേയിൽ നിറയ്ക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ബേക്കിംഗ് നിർത്താം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.